ജീവൻ്റെ സന്ദേശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി എത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ഒരു അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എപ്പോഴും നമ്മൾ പ്രതീക്ഷയുള്ളവരായിരിക്കണം, യേശുവിൽ ഒരു പ്രത്യാശയുള്ളവരായിരിക്കണം എന്നുള്ളൊരു നല്ല ചിന്തയോടുകൂടി ഇന്നത്തെ വചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങൾ 59 അധ്യായം ആ ഒരു വേദഭാഗത്തെ ആധാരമാക്കിയിട്ടാണ് ഇന്ന് കുറച്ച് സമയം നിങ്ങളുമായി വചനത്തിലൂടെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അതികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. ഹല്ലേലൂയ. ഈ 59 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അതിന് ഹെഡിങ് തന്നെ പറഞ്ഞിരിക്കുന്നു: നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ച ഒരു സങ്കീർത്തനമാണ് ഈ 59 സങ്കീർത്തനം. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ രാജകൊട്ടാരത്തിനകത്ത് ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ രാജാവായി ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിലൂടെ ആത്മാവ് നഷ്ടമാക്കി കളഞ്ഞ ശൗലിൻ്റെ മേൽ ഒരു ദുരാത്മാവ് വന്നു വീഴുവാനായിട്ടിടയായിത്തീർന്നു. ആ ദുരാത്മാവ് തന്നെ മേൽ ബാധിക്കുമ്പോഴൊക്കെയും കിന്നരം വായനയിൽ സമർത്ഥനായിരുന്ന ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ആ ശൗലിൻ്റെ മേൽ നിന്ന് ദുരാത്മാവ് വിട്ടുമാറും. ആ ദുരാത്മാവ് വരുമ്പോഴൊക്കെയും ഈ ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗൽ ശ്രമിക്കും. അങ്ങനെ വളരെ അധികം പ്രതികൂല അവസ്ഥയിലായിരിക്കുന്ന സമയത്താണ് ഈ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം കിന്നരം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശൗൽ ദാവീദിന് നേരെ കുന്തം എറിഞ്ഞിട്ട് തന്നെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് ഓടി തൻ്റെ ഭവനത്തിൽ വന്ന് ആയിരിക്കുന്ന സമയത്ത് ആ രാജകൊട്ടാരത്തിൽ നിന്ന് കുറേ രാജാവിൻ്റെ സേനാ നായകന്മാർ വന്നിട്ട് ദാവീദിനെ പിടിക്കുവാനായിട്ട് വന്നു. ആ സമയത്ത് ദാവീദിൻ്റെ ഭാര്യയായ മീകൾ കിളിവാതിലിൽ കൂടെ തന്നെ ഇറക്കിവിട്ട് ദാവീദിൻ്റെ ജീവനെ രക്ഷിക്കുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ഓടി പുറത്തേക്ക് പോയ ദാവീദ് എവിടെയോ താൻ ഇരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം, ഇതിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനത്തെ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാക്കി നമുക്ക് തിരിക്കാം. അതിൽ 1 മുതൽ 5 വരെയുള്ള ഭാഗവും 6 മുതൽ 13 വരെയും 14 മുതൽ 17 വരെയും ഒരു വളരെ അധികം പ്രതികൂലത്തിൻ്റെ നടുവിൽ എല്ലാ മേഖലയിൽ നിന്നും തനിക്ക് ഭവനത്തിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. രാജാവായി അഭിഷേകം പ്രാപിച്ച ഒരു യൗവനക്കാരനാണ്. ഫെലിസ്ത്യർക്ക് നേരെ യുദ്ധം ചെയ്ത് രാജാവിനെ പോലും ഞെട്ടിപ്പിച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു യൗവനക്കാരനാണ്. എന്നിട്ടും തനിക്ക് സമൂഹത്തിൽ നിൽക്കുവാൻ കഴിയാത്തതുപോലെ ഉള്ള ഒരു സാഹചര്യം, താൻ ഒളിച്ചു പാർക്കേണ്ടുന്ന ഒരു അനുഭവം, ഭവനത്തിനകത്ത് സ്വസ്ഥമായി പാർക്കുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല, തൻ്റെ കൂട്ടുകാരനായ യോനാഥാനൊപ്പം നിൽക്കുവാൻ കഴിയുന്നില്ല, രാജകീയ അഭിഷേകം പ്രാപിച്ചിട്ടും വനാന്തരങ്ങളിലേക്ക് ഒളിച്ചു പോകേണ്ടുന്ന സാഹചര്യം, ഗുഹകൾക്കകത്ത് ഒളിച്ചിരിക്കേണ്ടുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദാവീദ് എഴുതിയത്: ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് പാടുക എന്ന് പറയുന്നത്, അതിനെ വാഴ്ത്തുക, ദൈവം തന്നെ നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനിടയ്ക്ക് സേല എന്ന് പറയുന്ന ഒരു പദം കാണുവാനായിട്ടിടയായിത്തീരും. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, സ്തുതിഗീതങ്ങൾ നമ്മൾ പാടുമ്പോൾ
ഒരു ബ്രേക്കിന് വേണ്ടി, ഒരു ഇടവേളയ്ക്ക് വേണ്ടി ബൈബിളിൽ ഉപയോഗിക്കുന്ന ഒരെന്ന പേരത്രേ സേല. ഒരു വാക്കാണ് സേല എന്ന് പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, എൻ്റെ ദൈവമേ, എൻ്റെ ശത്രു തനിക്ക് താൻ നേരിടുന്ന പ്രതികൂലങ്ങളെ മാത്രം ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിനകത്ത് തന്നെ 5-ാമത്തെ വാക്യം പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, സകല ജാതികളെ സന്ദർശിക്കേണ്ടത് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുത്. തന്നെ തകർക്കുവാൻ വരുന്നവരെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്കവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് സേല എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും, ദൈവം എൻ്റെ ഗോപുരമാകുന്നു. എങ്ങനെ ദാവീദിൻ്റെ ചിന്താഗതിയെ പെട്ടെന്നത് മാറ്റുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു, നായെപ്പോലെ കുരച്ചുകൊണ്ടവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ രാത്രികളിൽ പിടിക്കുവാൻ വേണ്ടി തൻ്റെ ഭവനത്തിൽ ഒളിഞ്ഞിരുന്നിട്ട് എപ്പോഴായാലും താൻ ഭവനത്തിൽ വരുമെന്ന് കരുതി ശൗലിൻ്റെ സേനാനായകന്മാർ തന്നെ പിടിക്കുവാൻ വേണ്ടി പട്ടണം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന അവസരത്തിൽ ദാവീദ് പറയുന്നു, അവർ പട്ടണം മുഴുവനും ചുറ്റി നടക്കുന്നു, നായെപ്പോലെ കുരച്ചുകൊണ്ടവർ നടക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉറപ്പ്. ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് ആ സേല എന്ന് പറയുന്ന പദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കതിനെ അവിടെ പഠിക്കുവാൻ കഴിയും. ആ സമയത്ത് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ദൈവസന്നിധിയിൽ മൗനമായിരുന്ന ആ ഒരു ഇടവേള സമയത്ത് ദൈവത്തിൽ നിന്ന് ചില ഉറപ്പ് ദാവീദ് പ്രാപിച്ചു എന്ന് ഹല്ലേലൂയ. ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉറപ്പ് വർദ്ധിച്ചു. ആദ്യം പരാതിയും വിഷമവും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ദാവീദ് പിന്നത്തേതിൽ പറഞ്ഞു, ദൈവം എൻ്റെ ഉറപ്പ്, ദൈവമാണ് എൻ്റെ ഗോപുരം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന നിലയിലേക്ക് ദാവീദിനെ മാറ്റി. ആ അടുത്ത ഭാഗത്തും ചില പരാതികൾ ശത്രുക്കളെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് പറയുന്നു, കോപത്തോടെ അവരെ സംഹരിക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു കഷ്ടത അവരുടെ ശത്രുക്കളാൽ ഞെരുങ്ങുന്ന ഒരു അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ദാവീദ് പറയുന്നു, കോപത്തോടെ അവരെ സംഹരിച്ച് കളയണമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സേല എന്ന് പറയുന്ന പദത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെയും ഒരുപക്ഷെ ദാവീദ് മൗനമായിരുന്ന എൻ്റെ ദൈവത്തെ കേട്ട് കാണും. ഹല്ലേലൂയ. ദൈവത്തിന് തന്നോട് സംസാരിക്കുവാനുള്ളത് താൻ മനസ്സിലാക്കി കാണും. ഹല്ലേലൂയ. കർത്താവ്, ഞാൻ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ദാവീദിനോട് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിറങ്ങി വന്ന് പരിശുദ്ധാത്മാവായ ദൈവം സംസാരിച്ചു കാണും, മകനെ, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് നീ തകരുവാനല്ല, നീ ഉടയുവാനല്ല, നീ വഴിയിൽ വെച്ച് പട്ടുപോകുവാനല്ല കുഞ്ഞെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത്. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ രാജസിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഒരുപക്ഷെ ദാവീദിനെ നോക്കി ദൈവം സംസാരിച്ചു കാണും. ആ ഒരു ഉറപ്പ് തൻ്റെ ഹൃദയത്തിൽ വന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക, സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു, നായെപ്പോലെ കുരച്ചുകൊണ്ടവർ നഗരത്തിന് ചുറ്റും നടക്കുന്നു. അവിടെയും ദാവീദിൻ്റെ സാഹചര്യം മാറിയിട്ടില്ല. ദാവീദിനെ പിന്തുടർന്ന് വരുന്നവർ തന്നെ പിന്നെയും പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം മാറിയിട്ടില്ല. അവിടെ ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, അവർ വീണ്ടും എന്നെ പിടിക്കുവാൻ വരുന്നു. സന്ധ്യാസമയങ്ങളിൽ അവർ എന്നെ അന്വേഷിച്ച് നടക്കുന്നു. ഞാനൊരു ദുഷ്ടനായതുകൊണ്ടല്ല, ഞാനൊരു പാപിയായതുകൊണ്ടല്ല, ഞാൻ അവരെ ദ്രോഹിച്ചത് കൊണ്ടല്ല അവരെന്നെ പിടിക്കുവാൻ വരുന്നത് എന്ന് വീണ്ടും ഭാഗം വായിക്കുമ്പോൾ ദാവീദിനെ പിന്നെയും തന്നെ ഉപദ്രവിക്കുവാൻ വരുന്നൊരു കൂട്ടത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു. തൃപ്തിയില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ ശത്രുക്കളെ കുറിച്ച് ഒരു വർണ്ണന നടത്തിയിട്ട് ദാവീദ് അവസാനമായി പറയുന്നു, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ഇത്രയും പ്രതികൂലം എനിക്കുണ്ട്, എൻ്റെ ജീവന് ഭീഷണിയായിട്ട് അവർ വരുന്നു, പക്ഷേ ഞാനോ എൻ്റെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇതുപോലുള്ള സാഹചര്യത്തിലൂടെയാണോ നീ പോകുന്നത്? നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെ ആരും അറിയുന്നില്ല എന്ന്
എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ വേട്ടയാടപ്പെടുന്നു എന്ന് നീ തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ നിന്റെ ഭവനത്തിലായിരിക്കാം അങ്ങനെയുള്ള സാഹചര്യം, നിന്റെ ഓഫീസിലായിരിക്കാം, നിന്റെ സ്കൂളിലായിരിക്കാം. എവിടെയാണോ നീ ചെയ്യാത്ത തെറ്റിന് നിന്നെ ഭാരപ്പെടുത്തുന്നു എന്ന് നിനക്ക് തോന്നുന്നത്, ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ പ്രിയ ദൈവ പൈതലേ, നീ ദൈവ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പറയുന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഞാൻ അഭിഷേകം എന്ന് പ്രാപിച്ചുവോ, എന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയോ, അന്ന് മുതലാണ് ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത്, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ശോധന മാത്രമേ ഉള്ളൂ, ഈ ദൈവത്തിൽ നിന്ന് എനിക്ക് പരിശോധന മാത്രമേ ഉള്ളൂ, എന്നെ കഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ ശ്രവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ദൈവം നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പ്രിയ ദൈവ പൈതലേ, നീ ആരാധിക്കുന്ന നിന്റെ ദൈവം, നീ ആശ്രയം വെച്ച യേശു കർത്താവ് നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത നിനക്ക് വരുന്നത് അത് ഈ ലോകത്തിൽ നിന്ന് വരുന്നു. എൻ്റെ കർത്താവ് അയച്ചത് കഷ്ടതയുടെ ആത്മാവിനെ അല്ല, എൻ്റെ സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചത് സമാധാനത്തിൻ്റെ ആത്മാവത്രേ, സന്തോഷത്തിൻ്റെ ആത്മാവത്രേ, നീതിയുടെ ആത്മാവത്രേ. ഇത് ലഭിക്കാത്തതാണോ നിന്റെ ജീവിതം? ഇന്ന് നീ ഉഴന്ന് നടക്കുന്നവനെ പോലെ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനെ പോലെ കഴിയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നും എനിക്ക് നിന്നോട് വിളിച്ചു പറയുവാൻ കഴിയും, നിന്നെ പണിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എന്താണോ നിന്നോട് വാഗ്ദത്തം ചെയ്തത്, നിന്നെ രാജകൊട്ടാരത്തിൽ ഇരുത്തുമെന്ന്, രാജകീയ അഭിഷേകം വനത്തിൽ കിടന്ന ഒരുവനെ പിടിച്ച് കൊണ്ടുവന്ന് തൻ്റെ സഹോദരങ്ങളെ മാറ്റി നിർത്തി ഒരു രാജകീയ അഭിഷേകം ദാവീദിന്റെ മേൽ വന്നു വീണു. ദാവീദ് ആഗ്രഹിച്ചിട്ടല്ല, ദാവീദ് ചോദിച്ചിട്ടല്ല, എന്നെ രാജാവാക്കണമെന്ന് പറഞ്ഞിട്ടല്ല ദാവീദിന്റെ മേൽ ഈ അഭിഷേകം വന്നത്. സ്വർഗത്തിന് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. വനത്തിനകത്ത് കിടന്ന് ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ, കർത്താവ് വളരെ അധികം ജനത്തെ വിളിച്ചു വേർതിരിച്ചു. ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും പിതാക്കന്മാർ ഹല്ലേലൂയ ഞെരുങ്ങി അവർ സുവിശേഷ വേല ചെയ്തു, അവർ ഭാരപ്പെട്ടു, ദാരിദ്ര്യം അനുഭവിച്ചു, ജീവിതത്തിൽ സകലത ശൂന്യതകളും അനുഭവിച്ചിട്ട് അടുത്ത തലമുറകളെ എൻ്റെ സ്വർഗത്തിലെ ദൈവ സിംഹാസനങ്ങളിൽ ഇരുത്തുന്നത് പോലെ വൈദേശിക നന്മകളെ കൊടുത്തു. ഹല്ലേലൂയ, സമൂഹത്തിൽ പ്രധാന സ്ഥാനങ്ങളെ കൊടുത്തു. ഹല്ലേലൂയ, അവിടെ നിന്നും ദൈവം ആഗ്രഹിച്ചത് ഒരുപക്ഷെ അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിയായിരിക്കാം. ഹല്ലേലൂയ, ദൈവം ആഗ്രഹിച്ചത് എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു തലമുറയെ ദൈവം പ്രതീക്ഷിച്ചു. പക്ഷേ എന്നാൽ അവിടെ ഉണ്ടായത് അങ്ങനെയല്ല. ഹല്ലേലൂയ, ഈശായിക്ക് മറ്റു മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ, നല്ല ആരോഗ്യമുള്ളവർ, നല്ല ശരീര മികവുള്ളവർ, ആ രാജാവാകുവാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളവർ, നല്ല പൊക്കവും വണ്ണവുമുള്ളവർ. എന്നാൽ എൻ്റെ ദൈവം നോക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നോക്കുമ്പോൾ ഒരു ആരാധന ഉയരുന്നു. അത് എവിടെ നിന്ന്? രാജകൊട്ടാരത്തിനകത്ത് നിന്ന് ഉയരേണ്ടുന്ന ആരാധന. ഒരുപക്ഷെ യോനാഥാന്റെ മേൽ അഭിഷേകം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതിന് പകരം വനത്തിൽ കിടന്ന് ഒരുത്തൻ സ്തുതിക്കുന്നത് എൻ്റെ ദൈവം കേട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല അടയപ്പെട്ട മേഖലകൾക്കകത്ത് കിടന്നുകൊണ്ട് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്തതുപോലെ ഞെരുങ്ങുന്ന അനുഭവത്തിനകത്ത് കിടന്നുകൊണ്ട് സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമുഖം അന്വേഷിക്കുന്ന ദൈവ പൈതലേ, ഞാൻ ഇന്ന് നിന്നോടായി വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അയോഗ്യനായ നിന്നെ നോക്കി ദൈവത്തിൻ്റെ അഭിഷേകം ചലിച്ചു തുടങ്ങുന്നുണ്ട്. ഈ 2024 നീ കുറിച്ചു വെച്ചോ, ഈ ദിവസം മുതൽ നിന്റെ ജീവിതം മാറുവാൻ പോകുന്നു. നിന്നെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ല എന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിന്നോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പട്ടണത്തിനകത്ത് നിന്ന് കേൾക്കേണ്ടുന്ന ആരാധന. ഹല്ലേലൂയ. ഭവനങ്ങൾക്കകത്ത് ഉയരേണ്ടുന്ന ആരാധന. ഇന്ന് ഈ സമയത്ത് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കിടക്കുന്ന സ്ഥലം ഏത് എന്നുള്ളതല്ല ഹല്ലേലൂയ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ഇടം എങ്ങനെയുള്ളത് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വിഷയം. നീ കടന്നു പോകുന്ന സാഹചര്യം എങ്ങനെയുള്ളത് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വിഷയം. നിന്റെ ഹൃദയത്തിനകത്തുള്ളൊരു സമർപ്പണമുണ്ടോ? അതാണ് ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയത്തെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, നല്ല ആഗ്രഹങ്ങളെ ദൈവം കാണുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് ഇന്നത് ചെയ്യണം, പക്ഷേ ഞാൻ ഇരിക്കുന്ന സാഹചര്യം കൊണ്ട് എനിക്കതിന് കഴിയുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ?
ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ടല്ലോ, അതാണ് ദൈവം മാനിക്കുവാൻ പോകുന്നത്. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിക്കുവാനുള്ള നിന്റെ ഒരു ആഗ്രഹം, നിന്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടല്ലോ, അതാണ് ദൈവം മാനിക്കുവാൻ പോകുന്നത്. നിന്റെ പുറമേയുള്ള കഴിവോ, നിന്റെ പുറമേയുള്ള രൂപഗുണങ്ങളോ, നിന്റെ വാക്ചാതുര്യമോ വിദ്യാഭ്യാസമോ അല്ല ദൈവം നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ ദൈവം നോക്കുന്നു. ഹല്ലേലൂയ. വനത്തിനകത്തൊരു ആരാധനയെ ദൈവം കേട്ടു, വനത്തിനകത്ത് സ്തുതിക്കുന്ന ഒരു സ്തുതിയെ ദൈവം കേട്ടു, നന്നായി ആടുകളെ പരിപാലിക്കുന്ന ഒരു ഇടയനെ ദൈവം കണ്ടു. അങ്ങനെ ഉള്ളതിനെ ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ജനത്തെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് കഴിയുമോ? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് കഴിയുമോ? നീ കിടക്കുന്ന സാഹചര്യം ഏതായാൽ പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആർ സംസാരിക്കുമെന്ന് ചോദിക്കുന്ന പ്രിയ ദൈവ പൈതലേ, എനിക്ക് പരിശുദ്ധ ആത്മാവിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആരൊക്കെയോ തേടി ദൈവം ദൂതനെ അയക്കുന്നത് പോലെ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പ്രഗത്ഭന്മാരായ ചിലരെ നിന്റെ അടുക്കലേക്ക് അയക്കുന്നു. ഹല്ലേലൂയ. നിന്നോട് ദൈവത്തിന്റെ ദൂതറിയിക്കുവാൻ, നിന്നോട് ദൈവത്തിന്റെ ശബ്ദം അറിയിക്കുവാൻ ചില പ്രവാചകന്മാരെ നീ ആയിരിക്കുന്ന, ഇനി നീ പുറത്തു വരികയില്ല, നീ അടയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നു, ഇനി എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ചില പ്രഗത്ഭന്മാരായ പ്രവാചകന്മാരെ നിന്റെ ജീവിതത്തിനകത്തേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ ദൂതുവാഹിയായി ചിലത് നിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദാവീദ് ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1 ശമൂവേലിന്റെ പുസ്തകം 19-ാം അധ്യായം അതിനകത്ത് 18 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ദാവീദ് തന്നെ രാജാവാക്കി അഭിഷേകം ചെയ്ത ശമൂവേലിനെ കാണുവാനായിട്ട് പോയി. ഹല്ലേലൂയ. അവിടെ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്ത ദുഷ്ടതയൊക്കെയും വർണ്ണിച്ച് അതിനെ വിസ്തരിച്ച് സംസാരിച്ച് ഒരുപക്ഷെ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെക്കുന്നത് പോലെ ആ പ്രവാചകന്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. ആലോചന ചോദിച്ചു കാണും. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പ്രവാചകനോട് ചോദിച്ചു കാണും, അല്ലയോ പ്രവാചക, ഞാൻ വനത്തിനകത്ത് ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നതല്ലേ, എന്നെ എന്തിനവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു? എന്നെ മേൽ രാജകീയ അഭിഷേകം പകർന്നത് ദൈവം പറഞ്ഞിട്ട് തന്നെയാണോ എന്ന് ഒരു പക്ഷേ ദാവീദ് ചോദിച്ചിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അവിടെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ഒരു ദാവീദും ശമൂവേലും ചെന്ന് നയ്യോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് പാർത്തു. അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിൽ ഉണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ഹല്ലേലൂയ. ശൗൽ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു, തന്നെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് എവിടെയാണ് ഉള്ളത് എന്ന് തന്നെ പിന്തുടർന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ശത്രു ഒരുപക്ഷെ ഒരിക്കൽ നിന്റെ പിടി വിട്ട് കാണും, എന്നാൽ പിന്നെയും പിന്നെയും പിന്തുടർന്ന് വരുന്നു. ചില മനുഷ്യർ നിനക്കെതിരെ ഗൂഢാലോചന ചെയ്ത് ഒരുപക്ഷെ അതിൻ്റെ ആ സ്വാധീനം, അതിൻ്റെ ആ ഒരു വീര്യം കുറഞ്ഞു എന്ന് നിനക്ക് തോന്നിക്കാണും. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് വിളിച്ചു പറയട്ടെ, നിന്റെ പിറകെ ആരെങ്കിലും പിന്തുടർന്ന് വന്ന് നിന്റെ നാശം കാണുന്നത് വരെ, അതിനെ കാണുന്നത് വരെ നിന്നെ പിന്തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, അവർ നിന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം അതിനകത്ത് അവിടെ വായിക്കുവാൻ കഴിയുന്ന, ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ദൂതന്മാരുടെ മേലും വന്നു, അവരും പ്രവചിച്ചു. ഹല്ലേലൂയ. ശൗല് ദാവീദ് ഇരിക്കുന്ന ഇടത്തെ അന്വേഷിച്ച് നയ്യോത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തൻ്റെ ദൂതന്മാരെ അയച്ചു. അവിടെ വന്ന ദൂതന്മാർ കണ്ടത് അവിടെ പ്രവാചക ശിഷ്യന്മാർ പ്രവചിക്കുന്നത് കണ്ടു.
ദൈവ പൈതലേ, നീ ഓടിപ്പോകേണ്ടത്, നീ ആശ്രയം കണ്ടെത്തേണ്ടത് ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന ചിലതിലേക്കല്ല. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഭാരം വന്നപ്പോൾ, വേദന വന്നപ്പോൾ ഓടിപ്പോയി ആശ്രയം വെച്ചത് ഈ ലോകത്തിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ചിലതിന്റെ പിറകിലെ അല്ല. ഹല്ലേലൂയ. എങ്ങനെ രാജ്യത്വം എനിക്ക് കൈക്കലാക്കാമെന്ന് തന്ത്രങ്ങൾ മെനയുന്നതിന്റെ പിറകിലെ അല്ല ദാവീദ് ഓടിപ്പോയത്. ദാവീദ് അന്വേഷിച്ചു പോയത് ദൈവപുരുഷനെ. ഹല്ലേലൂയ. ഇന്ന് നീ ഒറ്റപ്പെട്ട്, നീ തകർക്കപ്പെട്ടവനായി, നിന്റെ ജീവിതം വാഗ്ദത്തം അവസാനിച്ചു എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിന്റെ ആലോചന കേൾക്കുവാൻ നിങ്ങൾ പോകരുത്. നീ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ പോകണം. ദാവീദ് ചെന്ന സ്ഥലം ഏറ്റവും നല്ലതായിരുന്നു. അവിടെ പ്രവാചകന്മാർ പ്രവചിക്കുന്ന ഇടം. ഹല്ലേലൂയ. ദാവീദും ഒരുപക്ഷെ പ്രവാചകനായി മാറി. 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, ഹല്ലേലൂയ, കഷ്ടാനുഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി താൻ പ്രവചിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവിടെ ഇത് എവിടെ നിന്ന് ലഭിച്ചു? തൻ്റെ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ തൻ്റെ പ്രവാചകനോട് ചേർന്നിരുന്ന് പ്രാപിച്ച ഒരു അഭിഷേകത്തിന്റെ ഒരു പകർച്ച. ഹല്ലേലൂയ. നാം ആരോട് കൂടെ നിൽക്കുന്നുവോ അവിടെ നിന്നൊരു പകർച്ച നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അഹരോന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്ന അഭിഷേകത്തിന്റെ തൈലം, ആ വചനം പറയുന്നു, അഹരോന്റെ താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഇങ്ങനെ പകരപ്പെടുന്നതായി നമുക്ക് കാണാം. നീ ആയിരിക്കുന്ന ഇടം ഒരു പ്രവാചക ഗണത്തിനോടൊപ്പം അങ്ങനെ ഒരു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സഭയ്ക്കകത്താണോ? ഒരു സ്വാതന്ത്ര്യ ചിന്താഗതിയുള്ള ഒരു സഭയ്ക്കകത്താണോ നീ ആയിരിക്കുന്നത്? നിന്റെ ചിന്താഗതിയും അതുപോലെ വിശാലമാക്കി പരിശുദ്ധ ആത്മാവ് മാറ്റും. ചില വർഷങ്ങൾക്ക് മുമ്പ് പാരമ്പര്യത്തിനകത്ത് കെട്ടിക്കിടന്നതുപോലെ കിടന്നൊരു ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ജീവിതം നയിച്ച ഒരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി സ്വാതന്ത്ര്യമുള്ള ഒരു സഭയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടുവന്നാക്കി. ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ, ഹല്ലേലൂയ, അവരുടെ കൂടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഞങ്ങളുടെ ചിന്താഗതികളെ ദൈവം മാറ്റി, ഞങ്ങളുടെ സംസാര രീതികളെ മാറ്റി. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മീക കണക്ഷനുണ്ട്, ആത്മാവിന്റെ പകർച്ചയുണ്ട്. ഹല്ലേലൂയ. മോശ ഹോരേബിന്റെ പർവ്വതത്തോളം കടന്നു ചെന്നപ്പോ മുൾപടർപ്പ് വെന്തുപോകാതെ അവിടെ ഒരു തീ കത്തുന്നത് മോശ കണ്ടു. അവിടെ മോശയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി എന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നീ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? നീ ഈ ലോകത്തിന്റെ മനുഷ്യനോടൊപ്പമാണോ നിൽക്കുന്നത്? ഈ ലോകത്തിന്റെ പാപത്തിന്റെ അകത്താണോ നീ കിടക്കുന്നത്? അതോ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ദൈവമക്കളോടൊത്താണോ? എങ്കിൽ നിന്റെ ജീവിതവും വിശുദ്ധമായി മാറും. നിനക്കും നിന്റെ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കുവാൻ കഴിയും. നീ തകർന്നു എന്ന് പറഞ്ഞ് നിന്നെ അന്വേഷിച്ച് വരുന്നവരോട് ദൈവത്തിന്റെ ആലോചനയെ വിളിച്ചു പറയുവാൻ തക്കവണ്ണം നിന്റെ നാവിനെ ദൈവം ബലമുള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും, ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു, അവരും പ്രവചിച്ചു. ഹല്ലേലൂയ. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി. അവിടെ വലിയ ഒരു കിണറ്റിന്റെ അരികിലെത്തി. ശമൂവേലും ദാവീദ് എവിടെയാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ രാമയിലെ നയ്യോത്തിൽ ഉണ്ട് എന്ന് ഒരുത്തൻ പറഞ്ഞു. അങ്ങനെ അവൻ രാമയിലെ നയ്യോത്തിൽ ചെന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചു കൊണ്ട് നടന്നു. ഹല്ലേലൂയ. തന്നെ കൊല്ലുവാൻ വന്നവൻ, ദാവീദിനെ പിടിക്കുവാൻ വന്നവൻ, തന്നെ നശിപ്പിക്കുവാൻ വന്നവൻ ദാവീദിനെ നോക്കി ദൂത് പറയുന്നവനാക്കി എൻ്റെ സ്വർഗത്തിലെ ദൈവം മാറ്റി. നിന്നെ കുറ്റം വിധിക്കുന്ന നാവിനെ കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിന്നോട് ഈ വചനം വിളിച്ചു പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ കുറ്റം വിധിക്കുന്ന നാവിനെ കൊണ്ട് തന്നെ അതേ നാവ് കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പിക്കുന്ന, നിനക്കുമേൽ അനുഗ്രഹ വചനങ്ങളെ വിളിച്ചു പറയുന്ന, അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആരാധിക്കുന്ന സർവശക്തനായ യേശുവത്രേ. ഹല്ലേലൂയ. അവിടെ അതുവരെ ദാവീദ് പ്രവചിച്ചതിനേക്കാൾ, പ്രവാചക ശിഷ്യന്മാർ പ്രവചിച്ചതിനേക്കാൾ, ഹല്ലേലൂയ, സ്ഥലകാല ബോധമില്ലാതെ ശൗൽ പ്രവചിക്കുന്നവനായി മാറി. ഹല്ലേലൂയ. തന്നെ എതിർത്ത, തന്നെ ജീവന് വേണ്ടി പതിയിരുന്ന രാജാവിനെ ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് എതിരെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ ശപിക്കുന്ന നാവിനെ കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്.
കർത്താവ്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നീ അത് പ്രാപിക്കും. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എന്നെ കാണുന്ന ദൈവ പൈതലേ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് പറയുവാൻ കഴിയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ, ഞാനോ എൻ്റെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. ഹല്ലേലൂയ. എത്രയോ പ്രതികൂലങ്ങൾ വന്നു, തൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ, തൻ്റെ അഭിഷേകത്തിന്, താൻ പ്രാപിച്ച രാജകീയ അഭിഷേകത്തിൻ്റെ പൂർണ്ണത കാണുവാൻ കഴിയത്തില്ല എന്ന് താൻ സംശയിച്ച കാലങ്ങളെ, ഹല്ലേലൂയ, ഓർത്തിട്ടല്ല ദാവീദ് പറഞ്ഞത്. തൻ്റെ നേരെ കൊല്ലുവാൻ തക്കവണ്ണം, തന്നെ പിടിപ്പാൻ തക്കവണ്ണം വന്നവനെ പ്രവചിപ്പിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസം തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു നൽകി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇന്ന് ഈ സമയത്ത് ആരെങ്കിലും നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നുവോ, എൻ്റെ ജീവിതം ഇതോടെ നശിച്ചു, സകലനാലും ഞാൻ വെറുക്കപ്പെട്ടു, സകലനും എന്നെ ഉപേക്ഷിച്ചു, ഞാൻ വനാന്തരത്തിൽ കിടന്നാൽ മതിയായിരുന്നു, ഞാൻ ആദ്യം കിടന്നതുപോലെ മതിയായിരുന്നു, ഈ ദൈവത്തെ ഞാൻ അറിയണ്ടായിരുന്നു എന്ന് ആരെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് വഴികളെ തുറക്കുന്ന ദൈവമത്രേ. നിനക്ക് എതിരെ സംസാരിക്കുന്നവരെ കൊണ്ട് തന്നെ നാളെ നിനക്ക് അനുകൂലമായി ചിലത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യും. ഹല്ലേലൂയ. ചില ഓഫീസുകളിൽ നിനക്കെതിരെ സംസാരിക്കുന്ന അതേ നാവ് കൊണ്ട് നീ പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ, നാളെ നീ ഓഫീസിൽ പോകുമ്പോൾ നീ കേൾക്കും, നിനക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ അവിടെ എടുത്തതായിട്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കുന്നത് പോലെ, ദൈവം എനിക്കിത് ചെയ്തു എന്ന് പറയുന്ന നിന്റെ നാവെടുത്ത് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില വഴികളെ എന്നെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. എന്നീ വചനം വിളിച്ചു പറഞ്ഞതുപോലെ, ഞങ്ങളെ കർത്താവെ എതിർക്കുന്നവർ, ഞങ്ങളെ ശപിക്കുന്നവർ, ഞങ്ങളെ കുറ്റം വിധിക്കുന്നവർ, എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തെ വിധിക്കുന്ന ചിലതിനെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിന്നെ വിധിക്കുന്നത് പോലെ സംസാരിക്കുന്ന വാക്കുകളെ പരിശുദ്ധ ആത്മാവ് മാറ്റിയിട്ട്, നീ വളരെ സ്നേഹിച്ചവർ, നീ വളരെ മാന്യത കൊടുത്തവർ, ഹല്ലേലൂയ, ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ വളരെ മാന്യത കൊടുത്ത വ്യക്തി, നീ വളരെ സ്നേഹിച്ച് ബഹുമാനം കൊടുത്ത വ്യക്തി, നിനക്കെതിരെ നെഗറ്റീവുകൾ വിളിച്ചു പറഞ്ഞ് നിന്നെ ശപിക്കുന്നത് പോലെ, നിന്റെ നാശം കാത്തിരിക്കുന്നത് പോലെ, അങ്ങനെ ആയിരിക്കുന്ന ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്നിട്ട് അവന് നിനക്ക് വേണ്ടി പ്രവചിക്കുന്നതാക്കി ഇന്ന് ഹല്ലേലൂയ ഇതേ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റുന്നു. ഓ രബശന്തനെ വൈഡബരവന അസ്തന റിബരബശന്തനെ രതനെ. പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഞാൻ റിലീസ് ചെയ്യുന്നു. എൻ്റെ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ കുടുംബങ്ങളെ പിന്തുടർന്ന് വരുന്ന സകല പൈശാചിക സ്വാധീനങ്ങൾക്കകത്തു നിന്ന് ഈ കുടുംബങ്ങൾ പുറത്തു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ചലിക്കണം, അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണം, ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.